സണ്ണി എം കവിക്കയുടെ ഏറ്റവും ശക്തമായി വിമർശിച്ച ഒരു കാര്യം പിണറായി വിജയൻ സർക്കാർ മുന്നോട്ട് വെച്ച മുന്നാക്ക സംവരണമാണ്. അപ്പോൾ മുന്നോക്ക സംവരണം ആദ്യമായി ഇന്ത്യയിൽ നടപ്പാക്കി കാണിച്ച് BJP വെല്ലുവിളിച്ച ഒരാളാണ് പിണറായി വിജയൻ. ദേവസ്വം ബോർഡുകളിലാണ് മുന്നോക്ക സംവരണം നടപ്പാക്കിയത്. അപ്പോൾ മുന്നോക്ക സംവരണം എന്ന് പറയുന്നത് തന്നെ സംവരണത്തെ അട്ടിമറിക്കലാണ്, സംവരണത്തിൻ്റെ ആത്മാവ് ചോർത്തി കളയുന്ന ഒരു സംഭവമാണ് എന്നുള്ളതാണ് സണ്ണി എം കവിക്കാട് മുന്നോട്ട് വയ്ക്കുന്ന വിമർശനം. പിന്നെ നമ്മൾ സണ്ണി എം കവിക്കാടിനെ എവിടെയാണ് കാണുന്നത്? പല വേദികളിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ഏറ്റവും കൂടുതൽ വൈറലായത് മുമ്പ് മാനവ സംഗമം എന്ന പേരിൽ കൊച്ചിയിൽ നടന്ന ഒരു പരിപാടിയിലാണ്. ഒരു ഫാഷിസ്റ്റ് വിരുദ്ധ മുന്നണിയായിരുന്നു അത്. അതിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം വളരെയധികം വൈറലായിരുന്നു. പിന്നീട് ശബരിമല പ്രക്ഷോഭകാലത്ത് ശബരിമല പ്രക്ഷോഭത്തെ ശൂദ്രകലാപം എന്നാണ് അദ്ദേഹം വിളിച്ചത്. അപ്പോൾ ശബരിമല പ്രക്ഷോഭം സമയത്തും മുന്നോക്ക സംവരണത്തിൻ്റെ സമയത്തും അങ്ങനെ നിരവധി ഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേരളം കാതോർത്തിരുന്നിട്ടുണ്ട്. അപ്പോൾ മുന്നോക്ക സംവരണം നടപ്പാക്കി BJP വെല്ലുവിളിച്ച LDFിൻ്റെ സ്ഥാനാർത്ഥിയാൻ സണ്ണി എം കവിക്കാടിന് കഴിയുമോ? ഒരിക്കലും കഴിയില്ല. അതുപോലെ തന്നെയാണ് ആചാര സംരക്ഷണത്തിന് വേണ്ടി ബില്ലുണ്ടാക്കുമെന്ന് പ്രഖ്യാപിച്ച് UDFിൻ്റെ സ്ഥാനാർത്ഥിയാവാനും അദ്ദേഹത്തിന് കഴിയാത്തതുപോലെ തന്നെ. അപ്പോൾ UDFിൻ്റെയോ LDFിൻ്റെയോ രാഷ്ട്രീയത്തെ അംഗീകരിച്ചുകൊണ്ടല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും മുന്നണിയുടെയോ പാർട്ടിയുടെയോ രാഷ്ട്രീയത്തെ പൂർണ്ണമായി അംഗീകരിച്ചല്ല അദ്ദേഹം സ്ഥാനാർത്ഥിയാവുന്നത്. അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. അതുകൂടി മനസ്സിലാക്കുക. UDF സ്ഥാനാർത്ഥിയായിട്ടല്ല, UDF സ്വതന്ത്രനായിട്ടാണ് മത്സരിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? കാരണം ആ മുന്നണിയുടെയും അതിന് നയിക്കുന്ന പാർട്ടികളുടെയും മുഴുവൻ കാര്യങ്ങളോട് അദ്ദേഹത്തിന് യോജിപ്പില്ല എന്നുള്ളതുകൊണ്ടാണ്. പിന്നെ അദ്ദേഹത്തെ പോലുള്ളവർ എന്തുകൊണ്ട് അസംബ്ലിയിൽ വരണം എന്നുള്ള ചോദ്യത്തിന് നമുക്ക് സാധാരണ അറിയാം. ഈ കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ എന്ന പേരിൽ വ്യത്യസ്ത സമുദായങ്ങളിൽ നിന്ന് ആളുകൾ നിർത്തും. ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിൽ SC കോട്ടയ്ക്ക് വേണ്ടിയുള്ള സംവരണ സീറ്റുകളുണ്ട്. അപ്പോൾ സംവരണ സീറ്റുകളിൽ സാധാരണയായി പാർട്ടികൾ ചെയ്യുന്നത് എന്താണ്? അവരുടെ പാർട്ടിയിൽ തന്നെ ആ സമുദായങ്ങളെ പിടിച്ച് മത്സരിപ്പിക്കുക എന്നുള്ളതാണ്. അവരുടെ മെറിറ്റോ അവരുടെ കഴിവോ ജനപ്രതിനിധിയാവാനുള്ള ശേഷിയൊന്നും അല്ല അവിടെ വിശകലനം ചെയ്യുക. അവർ ആ പാർട്ടിക്കാരാണോ ആ സമുദായത്തിൽപ്പെട്ടതാണോ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം, ഈ സംവരണ മണ്ഡലങ്ങളിൽ നിന്ന് ജയിച്ചു വരുന്ന ജനപ്രതിനിധികൾ യഥാർത്ഥത്തിൽ അവരുടെ മണ്ഡലങ്ങൾ ആർക്ക് വേണ്ടിയാണ് സംവരണം ചെയ്യപ്പെട്ട ആ സമുദായങ്ങളെ, ഉദാഹരണത്തിന് ദളിത് സമുദായങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി അവർക്ക് വേണ്ടി അനുവദിക്കുന്ന ഫണ്ടുകളെ പറ്റി അവർക്ക് കൃത്യമായ നിലപാടുകളുണ്ടോ? അത്തരം പദ്ധതികളെ അവർ വിശകലനം ചെയ്യുന്നുണ്ടോ? അത്തരം രാഷ്ട്രീയം അവർ അസംബ്ലിയിൽ പറയുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞാൽ വളരെ നിരാശയായിരിക്കും നമുക്ക് ഫലം. അവർ ആ പാർട്ടിയുടെ വിപ്പ് അനുസരിക്കുന്നു, പാർട്ടി അക്കാര്യത്തിൽ സ്വീകരിക്കുന്ന നിലപാടിനെ അന്ധമായി പിന്തുണയ്ക്കുന്നു, അസംബ്ലിയിൽ അത്തരം നിലപാട് സ്വീകരിക്കുന്നു. ഇൻ കേസ് സണ്ണി എം കവിക്കാട് ജയിച്ച അസംബ്ലിയിൽ വന്നാൽ ഉണ്ടാകുന്നത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് UDFിന് തന്നെയാണ്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം സണ്ണി എം കവിക്കാടിനെ പോലുള്ള ഒരിക്കലും ഒരു പാർട്ടി ഫോളോവർ അല്ല, അദ്ദേഹം കോൺഗ്രസ്സുകാരനല്ല, അദ്ദേഹം UDFകാരൻ പോലുമല്ല. അദ്ദേഹം ഇനി ജയിച്ച് അസംബ്ലിയിൽ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഏത് സർക്കാരാണോ വരുന്നത് ആ സർക്കാരിൻ്റെ ഈ പറയുന്ന പട്ടികജാതി ക്ഷേമ പദ്ധതികളെ അദ്ദേഹം കീറി മുറിക്കും. ദളിത് പ്രശ്നങ്ങളിൽ സർക്കാരുകൾ സ്വീകരിക്കുന്ന നിലപാടിനെ അദ്ദേഹം വിശകലനം ചെയ്യും. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു കാര്യം ആലോചിക്കുക. അപ്പോൾ ശബരിമല വിമാനത്താവള പദ്ധതിക്ക് വേണ്ടി പത്തനംതിട്ട ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുത്തിരുന്നു സർക്കാർ. ഈ പിണറായി വിജയൻ സർക്കാരാണ്. ഈ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി നോട്ടിഫിക്കേഷൻ ഇറങ്ങി. കേരളത്തിൽ UDFോ ഏതെങ്കിലും പാർട്ടി, പ്രതിപക്ഷത്തെ ഏതെങ്കിലും പാർട്ടി അതിനെതിരെ എന്തെങ്കിലും സംസാരിച്ചായിട്ട് അറിയാമോ? യഥാർത്ഥത്തിൽ ചെറുവള്ളി എസ്റ്റേറ്റ് എന്താണ്? ചെറുവള്ളി എസ്റ്റേറ്റ് ഹാരിസൺ മലയാളം ലിമിറ്റഡ് അനധികൃതമായി ബിലീവേഴ്സ് ചർച്ചിൽ മുറിച്ച് വിറ്റ ഭൂമിയാണ്. അനധികൃതമായി എന്ന് പറയാൻ കാരണം സർക്കാർ പാട്ടത്തിന് കൊടുത്ത ഭൂമിയാണ്, അത് സർക്കാർ ഭൂമിയാണ്. ആ ഭൂമിയെക്കുറിച്ചുള്ള ഉടമസ്ഥാവകാശ തർക്കങ്ങൾ വിവിധ കോടതിയിൽ നടക്കുമ്പോഴാണ് ഈ അനധികൃതമായി മുറിച്ചുവിറ്റ ഭൂമി സർക്കാർ ഏറ്റെടുക്കാൻ പോകുന്നത്. അതിനർത്ഥം അവർ ആ മുറിച്ചുവിറ്റവരെ സഹായിക്കാൻ വേണ്ടിയാണ് സർക്കാർ ഏറ്റെടുക്കുന്നത് വ്യക്തമാണ്. ഒരു പാർട്ടിയും അതിനെതിരെ ഒരു വാക്കും ഉന്നയിച്ചിട്ടില്ല. അതേസമയം സണ്ണി എം കവിക്കാടിന് അതേക്കുറിച്ച് കൃത്യമായ നിലപാടുണ്ട്. എന്താണ്? ഇന്ന് കേരളത്തിൽ കുത്തകകളുടെ കൈവശമുള്ള സർക്കാരിൽ നിന്ന് പാട്ടത്തിന് ഏറ്റെടുത്ത ഭൂമി, ആ ഭൂമി മുഴുവൻ പാട്ടക്കരാറുകൾ അവസാനിച്ച സാഹചര്യത്തിൽ സർക്കാർ തിരിച്ചെടുക്കണം. കഴിഞ്ഞ UDF സർക്കാർ അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തിയിരുന്നു, രാജമാണിക്യം കമ്മീഷനൊക്കെ വെച്ചിരുന്നു. പിണറായി വിജയൻ സർക്കാർ വന്നപ്പോൾ അതിനെ അട്ടിമറിച്ചു. എന്തുകൊണ്ടാണ് സണ്ണി എം കവിക്കാട് ആ ഭൂമി സർക്കാർ തിരിച്ചു പിടിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്? കാരണം കേരളത്തിൽ ഭൂരഹിതർ എന്ന് നിസ്സംശയം വിളിക്കാവുന്ന ഒരു സമൂഹമേ ഉള്ളൂ, അത് പട്ടികജാതിക്കാരാണ്. കാരണം ഈ ഭൂപരിഷ്കരണം എന്ന് കേരളത്തിൽ കൊണ്ടാടപ്പെട്ട, ഇടതുപക്ഷം തന്നെ വലിയ സംഭവമായി അവതരിപ്പിക്കുന്ന ആ ഭൂപരിഷ്കരണ ശ്രമങ്ങളിൽ അവഗണിക്കപ്പെട്ട, ചതിക്കപ്പെട്ട, വഞ്ചിക്കപ്പെട്ട, മാറ്റി നിർത്തപ്പെട്ട സമുദായമാണ് പട്ടികജാതി സമുദായം. അവർക്ക് ആർക്കും ഒരു തുണ്ട് ഭൂമി കിട്ടിയിട്ടില്ല. അത്തരം ഭൂമി കിട്ടാത്ത സമുദായങ്ങൾ പതിറ്റാണ്ടുകളായി കേരളത്തിൽ ഭൂമിക്ക് വേണ്ടി സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമരം നടത്തുന്നത് എന്താണ്? സർക്കാർ എന്ത് ചെയ്യണം? ഈ കുത്തകളിൽ നിന്ന് സർക്കാർ ഭൂമി തിരിച്ചു പിടിച്ച് ഇത് ഭൂരഹിതരായ പട്ടികജാതിക്കാർക്ക് വിതരണം ചെയ്യണം. നമുക്ക് ചെങ്കർ സമരം ഓർമ്മയുണ്ട്. ഇതാണ് ഈ ദളിത് പ്രൊട്ടസ്റ്റേഴ്സിൻ്റെ ആവശ്യം. ആ കോഴ്സിനോടൊപ്പമാണ് സണ്ണി എം കവിക്കാട് നിൽക്കുക. അപ്പോൾ അത്തരം വളരെ ക്രൂഷ്യലായ ഇത് കേവലം ഏതെങ്കിലും സമുദായത്തിൻ്റെ മാത്രം പ്രശ്നമല്ല കേട്ടോ. ഇപ്പോൾ ഭൂരഹിതരായ പട്ടികജാതിക്കാർക്ക് ഭൂമി നൽകണം, ആദിവാസികൾക്ക് ഭൂമിയില്ലാത്തവർക്ക് ഭൂമി നൽകണം എന്ന ആവശ്യം ആ സമുദായത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. എന്ന് പറയാൻ കാരണം ഇത് കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള ഡെവലപ്മെൻറ്റിന്
മുഴുവൻ ഡെവലപ്മെൻറ്റിനെയും ബാധിക്കുന്നൊരു പ്രശ്നമാണ്. എന്തുകൊണ്ടാണ് കേരളം ഇത്രയധികം പുരോഗമിച്ചു, സാമ്പത്തികമായി ഉന്നതി പ്രാപിച്ചു, വിദ്യാഭ്യാസ രംഗത്ത് മുന്നോട്ട് പോയി, ചില സമുദായങ്ങൾ മാത്രം പിന്നോട്ട് പോകാനുള്ള കാരണം എന്താണ്? അവർക്ക് ഭൂമി കിട്ടാത്തതുകൊണ്ടാണ്. അവർക്ക് ചരിത്രപരമായി ആ കാലത്ത് ഭൂമി കിട്ടിയില്ല. ഭൂമി കിട്ടിയവർക്കൊക്കെ എന്തുണ്ടായി? ഭൂമി കിട്ടിയവർക്ക് എല്ലാം ഉണ്ടായി. ഭൂമി കിട്ടിയവർക്ക് വിദ്യാഭ്യാസം ഉണ്ടായി, വീടുണ്ടായി, സാമൂഹികമായ ഉന്നതി ഉണ്ടായി, അവരുടെ ജാതി ശ്രേണിയിൽ അവർ മുന്നോട്ട് പോയി. അങ്ങനെ ഒരുപാട് സമുദായങ്ങൾ മുന്നോട്ട് പോയി. അവർക്ക് സർക്കാർ ജോലികളിൽ കൃത്യമായ പ്രാതിനിധ്യം ലഭിച്ചു, അധികാര ശ്രേണികളിൽ ഇടം പിടിച്ചു. ഇതൊന്നുമില്ലാതെ പോയത് ഈ സമുദായങ്ങളാണ്. അപ്പോൾ കേരളം വളരെയധികം വികസിച്ചു മുന്നോട്ട് പോയി, സാമൂഹികമായി മുന്നോട്ട് പോയി എന്ന് പറയുമ്പോൾ മുന്നോട്ട് പോകാത്ത കമ്മ്യൂണിറ്റികളെ കൂടി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ബാധ്യത ആർക്കുണ്ട്? ഈ ഭരണകൂടങ്ങൾക്കുണ്ട്. അവരെന്തുകൊണ്ടാണ് മറന്നു പോകുന്നത്? ഈ കമ്മ്യൂണിറ്റികൾ എണ്ണത്തിൽ കുറവാണ്, അവരുടെ വോട്ട് ബാങ്കിന് ശക്തിയില്ലാത്തതുകൊണ്ടാണ്. അപ്പം കൃത്യമായ രാഷ്ട്രീയം, അത്തരം കൃത്യമായ രാഷ്ട്രീയം പറയുന്ന ഒരാൾ ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമായി, അദ്ദേഹം LDFൻ്റെ സ്ഥാനാർത്ഥി ആയിട്ട് വരുന്നത് നല്ലതാണെന്ന് ഞാൻ പറയാം. അദ്ദേഹം LDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വന്ന് അസംബ്ലി മത്സരിച്ച് ജയിച്ചു വന്നാലും അത് തലവേദന ഉണ്ടാക്കിയ LDFനായിരിക്കും. അതുകൊണ്ട് അവർ സീറ്റ് കൊടുക്കാൻ സാധ്യതയില്ല. പക്ഷേ ഈ തലവേദന സ്വയം സ്വീകരിച്ചുകൊണ്ട് ഈ പറയുന്ന സണ്ണിയം കവിക്കാട് MLA എങ്ങാനുമായ അസംബ്ലിയിൽ വന്നാൽ അത് തങ്ങൾക്ക് തന്നെ തലവേദനയാണ്. കാരണം UDFൻ്റെ തന്നെ പല നയങ്ങളെ അദ്ദേഹം ചോദ്യം ചെയ്യും എന്ന് ഉറപ്പാണ്. അങ്ങനെ ഒരു തലവേദന സ്വയം ഭരിക്കാൻ തയ്യാറായ UDFനെ അഭിനന്ദിക്കുകയാണ് ഈ ഘട്ടത്തിൽ വേണ്ടത്. സണ്ണിയെപ്പോലുള്ള ആളുകൾ അസംബ്ലിയിലേക്ക് വരേണ്ടത് ആവശ്യമാണ്. അതിന് കാരണം നമുക്കറിയാം, ഗാന്ധിയെയും നെഹ്റുവിനെയും ഒരേപോലെ എതിർത്തുകൊണ്ടിരുന്ന BR അംബേദ്കറെ ആദ്യത്തെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുകയാണ് ജവഹർലാൽ നെഹ്റു ചെയ്തത്. എന്തുകൊണ്ടാണ്? നെഹ്റുവിനെ തന്നെ വിമർശിക്കുന്ന, നെഹ്റുവിയൻ നയങ്ങളെ വിമർശിക്കുന്ന, ഗാന്ധിയൻ നയങ്ങളെ വിമർശിക്കുന്ന അംബേദ്കറെ ആണ് ഭരണഘടനാ ശില്പിയായിട്ട് കോൺഗ്രസ് നിശ്ചയിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? അതൊരു വിശാലമായ ജനാധിപത്യ ബോധമാണ്. അനുകൂലിക്കുന്നവരെ മാത്രമല്ല, വിമർശിക്കുന്നവരെ കൂടി തങ്ങളോടൊപ്പം നിർത്തുക, തങ്ങൾക്ക് തിരുത്തേണ്ടതുണ്ടെന്ന് അവർ ചൂണ്ടിക്കാട്ടുമ്പോൾ അത് സ്വീകരിക്കുക എന്നുള്ളത് ഒരു വിശാലമായ ജനാധിപത്യ ബോധമാണെന്ന് വിമർശകർ മനസ്സിലാക്കണം.